വെട്രിവേൽ, വീണ്ടും എന്തിനാ ഇങ്ങോട്ട് വന്നേ? വെട്രിവേൽ? ഇപ്പൊ നീ ജീവനോടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. നിന്നെ അവർ കൊല്ലാതെ വിടില്ല. അത് തന്നെ. എന്തിനാ എന്റെ കൊല്ലുന്ന? എന്താ കാര്യം? അതറിയാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. നീ എന്നെ ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. എന്താ പറയുന്ന വെട്രി? വെട്രി? എനിക്കൊന്നും തന്നെ ഓർമ്മയില്ല. ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. വെട്രിവേൽ എന്നാണോ എൻ്റെ പേര്? സ്റ്റീഫൻ രാജ എൻ്റെ പേരല്ലേ? മൈ ഗോഡ്. നീ വേഗം 616263 വിളിക്കണം. 616263. യെസ് യെസ്. അവിടെ നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. സിന്ദാവും അവന്റെ കൂട്ടാളി സേതുവും സേതുവിനെ സിന്ധയും സിന്ദ അപ്പാജി അവരൊരുമിച്ച് ഫ്രണ്ട്സ്, ഈ ചെറുപ്പക്കാരനായ വിശ്വാമിത്രന് മേനക നിത്യാനന്ദം മയക്കിയെടുത്ത 4ാമത്തെ വർഷമാണെന്ന്. എൻ്റെ മേനകയെ ഒരു തല്ലിപ്പൊളി ദിവസം കണ്ടപ്പോൾ തന്നെ അങ്ങ് പ്രേമിച്ചു. അന്ന് തന്നെ കല്യാണവും കഴിച്ചു. അവളും അതുപോലെ തന്നെയാ. എന്നെ കണ്ടപ്പോൾ തന്നെ പ്രേമിച്ചു, അപ്പം തന്നെ കല്യാണവും കഴിച്ചു. ഫസ്റ്റ് നൈറ്റ് ചോദിച്ചു, നിനക്ക് എന്താ ഇഷ്ടമെന്ന്. മൈ പൊസിഷൻ, മൈ പൊസഷൻ ഓർ ഇന്റലിജൻസ്? അവൾ എന്താ പറഞ്ഞെന്നറിയോ? പറയട്ടെ, എന്റെ കൊടവയർ ഇഷ്ടമാണ്. ഹലോ, 616263. യെസ്, ഞാൻ സ്റ്റീഫൻ രാജാണ് സംസാരിക്കുന്നത്. സ്റ്റീഫൻ രാജ്. 1 മിനിറ്റ്. എന്നിട്ട് സ്റ്റീഫൻ രാജ് എന്ന് പറഞ്ഞ ആരോ. ഇവരെ നോക്ക്. സ്റ്റീഫൻ രാജ്, യെസ്. നിന്റെ ജീവൻ ഏത് നിമിഷം അപകടത്തിലാണ്. നിന്നെ രക്ഷിച്ചേ പറ്റൂ. നിങ്ങൾ എന്നെ ശരിക്കും രക്ഷിക്കാനാണോ അതോ? I am the only person to save you, man. ഞാൻ എവിടുന്നാ വിളിക്കുന്നത്? പറയേ. ടവർ ഗേറ്റ് 2nd സ്ട്രീറ്റ്, അണ്ണാനഗർ. ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. 5 മിനിറ്റിനുള്ളിൽ വരാം. അവിടെ തന്നെ നിൽക്ക്, എങ്ങും പോകരുത്. എന്താ, ഇവളെ നിനക്കറിയില്ലേ? മേനക നിത്യാനന്ദം, എൻ്റെ ഭാര്യ. ഓഹോ. എന്തോഹോ? നമസ്കാരം. ഇതെന്താ പുതിയ രീതിയിൽ നമസ്കാരമൊക്കെ? എനിക്കെല്ലാം തന്നെ പുതിയതാണ്. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ സുരക്ഷിതനാണോ അതോ സുരക്ഷിതനല്ലയോ എന്ന് കൂടെ എനിക്കറിയില്ല. നിങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നാണോ അതോ രക്ഷിക്കാൻ കൊണ്ടുവന്നാണോ എന്ന് കൂടെ എനിക്കറിയില്ല. എന്നാലും വന്നു ഞാൻ. എൻ്റെ ജീവിതമേ ഈ പത്രത്തിൽ വരുന്ന ഒരുമാതിരി ചെറുകഥ പോലെയുണ്ട്. ഒരു എഴുത്തോ ഒരു അറിവോ കിട്ടിയിരുന്നെങ്കിൽ പ്ലീസ് നിങ്ങളെങ്കിലും പറ, ഞാൻ ആരാണ്? നീ ആരാണെന്ന് നിനക്കറിയണം അല്ലേ?
പറയാം. നിന്റെ പേര് വെട്രിവേൽ. വെട്രിവേൽ IPS. നീ 1981 വർഷം രഹസ്യ പോലീസ് അധികാരിയായ ആളാണ്. ഹലോ. ഹായ്. ഹലോ. ഹായ്. ഹായ്. ആ കൺഗ്രാറ്റ്സ്. ഛേ. നീ എന്താ ഇവിടെ? എനിക്ക് IPS എഴുതാൻ DIG ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അദ്ദേഹത്തെ കണ്ട് സോറി സാർ ഞാൻ എക്സാമിന് ഫെയിലായിന്ന് പറഞ്ഞിട്ട് പോകാനാ വന്നത്. അപ്പോ പിന്നെ നീ ഫെയിലാണോ? അപ്പൊ വേറെ ഏതെങ്കിലും പരീക്ഷ എഴുതിക്കൂടെ? ആ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്ന് IAS മുതൽ IFS വരെ എഴുതി. 0. പിന്നെ വേറെ എന്താ ചെയ്യാൻ പോകുന്ന നീ? ഇനി ബാക്കിയുള്ള എക്സാമിൽ എഴുതി നോക്കണം. അല്ലെങ്കിൽ ഇലക്ഷനിൽ നിന്നിട്ട് ഒരു മന്ത്രിയാവും. ഞാൻ പോട്ടെ, നീ എന്റെ ജോലി തന്നെ ഇല്ലാതാക്കും. ഏയ് സർവീസിൽ ചേർന്ന് 4 വർഷം കഴിഞ്ഞപ്പോൾ നിന്റെ കല്യാണം കഴിഞ്ഞു. ഭാര്യയുടെ പേര് ലളിത. ഹേയ്, ആരാ നിങ്ങള്? ശ്വാസം എടുക്കുന്ന ശബ്ദം പോലും കേൾക്കാൻ പാടില്ല. നടക്ക്. അയ്യോ എന്നെ വിട്. എന്നെ വിട്. കേറടി. ഇങ്ങോട്ട് നോക്ക്. ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല. എന്റെ ഹസ്ബൻഡ് പേര് പറഞ്ഞ നിങ്ങൾ പേടിച്ച് തോക്ക് താഴെ ഇടും. നിർത്തടി. സംസാരിക്കരുതെന്ന് പറഞ്ഞില്ലേ? നിങ്ങളല്ലേ ആദ്യം പറഞ്ഞ. മിണ്ടല്ലേ? മീശക്കാരൻ ചേട്ടാ, നിങ്ങളെ കണ്ട നല്ലവനെ പോലെയുണ്ടല്ലോ. എന്നെ വിട് പ്ലീസ്. ഏയ്. നിങ്ങളൊക്കെ ഈ നാട്ടില് ജനിച്ചെന്ന് പറയാൻ നാളല്ലേ? സ്കൂൾ ടീച്ചറിനെ പോലെ ചോദ്യമൊന്നും ചോദിക്കണ്ട. ശബ്ദം ഉണ്ടാക്കാതെ വാ. എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നേ. ഈ ബിൽഡിങ്ങിന് പെയിന്റ് അടിക്കണം. അതിന് നിന്നെ കൊണ്ടുപോവാ. മനസ്സിലായോ നിനക്ക്? വാ. സ്റ്റോപ്പ്. മാലായ. എന്താ വേണ്ടേ? April Fool!